ഹായ് അസ്സാം വലൈക്കും. നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം. ചിക്കൻ വേണ്ട, അതേപോലെ പൊട്ടാറ്റോ ഉരുളൻകിഴങ്ങ് വേണ്ടാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് കട്ട്ലറ്റിൻ്റെ വലിയ തരത്തിലുള്ള സൂപ്പർ ഒരു റെസിപ്പിയാണ്. ഇഫ്താറിനൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ്. നല്ല ക്രിസ്പിയായി കിട്ടുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. നമുക്കതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു വലിയുള്ളിയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ. പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് 1/2 സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചൊന്ന് വാടിയതിന് ശേഷം നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും 1/2 സ്പൂണോളം ചതച്ചതിട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. എൻ്റെ പച്ചമുളകൊക്കെ ഏകദേശം മാറിയിട്ടുണ്ട്. അതിലേക്ക് 3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചെറുതാക്കി എരിഞ്ഞിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. നല്ലോണം ഒന്ന് വാടിയിട്ടുണ്ട് എല്ലതും. അപ്പോൾ അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 സ്പൂണോളം, 3/4 സ്പൂണോളം കുരുമുളക് പൊടി, 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി. ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷമാണ്, അല്ലെങ്കിൽ കരിഞ്ഞു പോവുള്ളൂ പൊടികളൊക്കെ. ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ ഒരു 1/2 സ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് വഴറ്റി വരട്ടെ. കറിവേപ്പിലയും അതുപോലെ മല്ലിയിലയും കൂടി ഒരു പിടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം, ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇനി അതിലേക്ക് 2 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നന്നായിട്ട് ചിക്കി എടുക്കണം. ഇത് ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം. നന്നായിട്ടൊന്ന് ചിക്കി വന്നതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഇപ്പോൾ നന്നായിട്ട് ചിക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് ബ്രെഡാണ്. 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ആ പൊടിച്ചെടുത്ത ബ്രെഡ് നമ്മൾ നേരത്തെ കൂട്ടി വെച്ച മുട്ടയുടെ കൂട്ടുണ്ടല്ലോ, മസാല, അതിലേക്ക് ഇട്ട് കൊടുക്കാം. മൊത്തത്തിൽ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിമൊന്നും ഓണാക്കിയിട്ടൊന്നുമില്ല, ഞാൻ ഫ്ലെയിമൊക്കെ ഓഫായി കിടക്കുക തന്നെയാണ്. നമുക്കതൊന്ന് മിക്സാക്കി എടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ ആവശ്യമില്ല, അതുപോലെ നമ്മൾ എന്തെങ്കിലും ചിക്കനോ അതുപോലെ എന്തെങ്കിലും ഉണ്ടോ, അതൊന്നും ആവശ്യമില്ല. നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ഉണ്ടാക്കിയെടുക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ. ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ബോൾസ് ആക്കിയിട്ട് അമർത്തി കൊടുക്കാം. നമുക്കിതെല്ലാം ഇതുപോലെ തന്നെ ഷേപ്പാക്കി എടുക്കാം. ഇനി ഞാനിത് മൈദ വെള്ളത്തിൽ മിക്സ് ചെയ്തതാണ്. കുറുന്നനായിട്ട് തന്നെ തിക്കായിട്ട് തന്നെ നന്നായിട്ട് മൈദ വെള്ളം കൂടി മിക്സ് ചെയ്തതാണ്. അതിലേക്ക് ഈ ഒരു കട്ട്ലറ്റിൻ്റെ ഈ ഒരു ബോൾ മുക്കി കൊടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിലും കൂടി മുക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. വീണ്ടും ആ ഒരു മൈദയിലേക്ക് മുക്കി ഓരോന്നെടുത്ത് അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ചെയ്യാം. റസ്കിൻ്റെ പൊടി ആയാലും കുഴപ്പമില്ല. ഇനി എല്ലാതും അതുപോലെ തന്നെ മുക്കിയെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് പൊരിച്ചെടുക്കാം. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലൊന്നും പൊരിച്ചെടുക്കരുത്, ഓയിലാകുമ്പോഴാണ് അതിൻ്റേതായ ഒരു ടേസ്റ്റ് വരുള്ളൂ. ലോ മീഡിയം ഫ്ലെയിമിലാക്കി ആക്കിയതിന് ശേഷം വേണം നമുക്ക് ഈ ഒരു കടി ഇട്ട് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ക്രംസൊക്കെ ഈ ഒരു എണ്ണയിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവുള്ളൂ. നമുക്ക് ഇനി തിരിച്ച് മറിച്ചിട്ടിട്ട് കുറച്ച് ടൈം വന്ന് കഴിഞ്ഞ് വേവിച്ചെടുക്കാം. നമ്മൾ അടിപൊളിയായിട്ടുള്ള ബ്രെഡും മുട്ടയും കൊണ്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്ക്
അതേപോലെ റമദാനിന് പറ്റിയ അടിപൊളി സ്നാക്കാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റിലുള്ള ഒരു സൂപ്പറായിട്ടാണ്, കട്ട്ലറ്റിനൊക്കെ അടിപൊളിയായിട്ട് വെല്ലുന്ന ഒരു സംഭവമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒരു സ്നാക്ക് ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.